നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. കാളിക്കാവിലെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവിനെതിരെ കൊലക്കുറ്റം. കുഞ്ഞു മരിച്ചത് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന്. ആശുപത്രിയിൽ എത്തിച്ചത് മരണത്തിന് ശേഷം. ഫായിസ് ഭാര്യയെയും മർദ്ദിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പിതാവ്. സഹായിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. കേസിൽ നിന്ന് പലരെയും മാറ്റി നിർത്താൻ ശ്രമം. ഭരണപക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് മാത്രമേ പോകുള്ളൂ. ഞാൻ രാഷ്ട്രീയം പറയണമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അവരുടെ അടുത്താണ് നമുക്ക് ശരിക്കും പോവേണ്ടത്. അവരോട് നമ്മൾ ചോദിക്കേണ്ടത്, നീതി ചോദിക്കേണ്ടത്. പോയി കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാവുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതെ. ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും ജയപ്രകാശ്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളിയിൽ നടപടിക്ക് സാധ്യത. അസാധാരണ സംഭവമെന്ന് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ കലക്ടർക്ക് തോമസ് ഐസക്കിന്റെ വിശദീകരണം. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയം ഇസ്രയേൽ തള്ളി. യുദ്ധം അവസാനിപ്പിക്കില്ല. അവസാന ബന്ദിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രയേൽ. IPL-ൽ ഇന്ന് ചെന്നൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ. വിജയ തുടർച്ചയ്ക്ക് ടീമുകൾ. വിശദമായ വാർത്തകളിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി